17ാം സീസണിന് മുന്നോടിയായി IPL താരലേലത്തിന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിന്റെ വെടിക്കെട്ട് താരം റോമൻ പാവലിനെ 7,40,00,000 രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി. ഏകദിന ലോകകപ്പിലെ സൂപ്പർ താരം ട്രാവിസ് ഹെഡിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി. കിവീസ് താരം രജിൻ രവീന്ദ്രയെ ചെന്നൈ സൂപ്പർ കിങ്സാണ് സ്വന്തമാക്കിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗീസ് പീറ്റർ ചേർന്നു. ഗീസ്, അന്ന് നമ്മുടെ ആ വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്രാവിസ് ഹെഡ് എന്ന പേര് കേൾക്കുന്നതിന് ഇഷ്ടമല്ല. എത്ര രൂപയ്ക്കാണ് ഹെഡ് പോയത്? എത്ര രൂപയ്ക്കാണ് രജിൻ രവീന്ദ്ര പോയത്? ഹാഷ്മി, ഈ IPL 17ാം സീസണിന് മുന്നോടിയായിട്ടുള്ള താരലേലം ദുബായിൽ പുരോഗമിക്കുകയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ആരാധകർക്ക് വലിയ തലവേദനയായ ട്രാവിസ് ഹെഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ രീതിയിലുള്ള വിളികളൊക്കെ മറ്റ് ടീമുകൾ നടത്തിയെങ്കിലും ട്രാവിസ് ഹെഡിനെ പ്രതീക്ഷിച്ച തുകയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു തുകയല്ല പോയിരിക്കുന്നത്. 6.8 കോടിക്കാണ് ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആദ്യ സെറ്റ് അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ തുകയ്ക്ക്, ഉയർന്ന തുകയ്ക്ക് വിളിച്ചിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് താരമായ റോമാൻ പവലിനെയാണ്. 7.4 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസാണ്, സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസാണ് ഈ ഓൾറൗണ്ടർ ഈ ബാറ്റ്സ്മാനെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ റിലി റൂസോ അടക്കമുള്ള താരങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. റിലി റൂസോ അടക്കം സ്റ്റീവ് സ്മിത്ത് അടക്കമുള്ള താരങ്ങൾ ആദ്യ സെറ്റ് അവസാനിക്കുമ്പോൾ ഇവരെ ആരും സ്വന്തമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അൺസോൾഡ് ആണ്. ഒപ്പം തന്നെ ഇംഗ്ലണ്ട് താരമായ ഹാരി ബ്രൂക്കിനെ ഡൽഹി ക്യാപിറ്റൽസ് 4 കോടിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ട്രാവിസ് ഹെഡിനെ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. കരുൺ നായർ, മലയാളി താരമായ ഇന്ത്യൻ താരം കരുൺ നായർ അൺസോൾഡ് ആണ്. ആദ്യ സെറ്റിൽ കരുൺ നായരുടെ ബേസ് 50 ലക്ഷമായിരുന്നു. ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. ഒപ്പം തന്നെ സ്റ്റീവ് സ്മിത്തും ഈ പട്ടികയിൽ, മനീഷ് പാണ്ഡെയും ഈ താരങ്ങളെ ഒന്നും തന്നെ ഒരു ടീമും ആദ്യ സെറ്റിൽ. രജിൻ രവീന്ദ്രയ്ക്കൊക്കെ 1,82,00,000 വിലയുള്ളൂ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ റെക്കോർഡ് നോക്കി സ്വന്തമാക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. എത്രയാണ്? 20,50,00,000. ഗീസ്. ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയായിരിക്കാം. ഈ 1,20 കോടിയിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് തുക തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹൈദരാബാദ് കണക്കുകൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ട്രാവിസ് ഹെഡിനെ സ്വന്തമാക്കുന്നു, ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കിനെയും സ്വന്തമാക്കുന്നു എന്നതാണ്. എന്തായാലും ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ ഈ 17ാം സീസൺ നൽകുന്നുണ്ട്. മുൻ ചാമ്പ്യന്മാരാണ്. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷ, കാവ്യ അടക്കമുള്ള വലിയ പ്രതീക്ഷ ഈ ടീമിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ താരനിരയെ തന്നെ സ്വന്തമാക്കുവാനുള്ള ഹൈദരാബാദിന്റെ ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രജിൻ രവീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് ചെറിയ നിരാശയുണ്ട്. കാരണം ഈ ന്യൂസിലൻഡ് താരം ഇന്ത്യൻ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെയും ഒപ്പം തന്നെ മറ്റ് മത്സരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ മണ്ണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ്. 1.8 കോടിക്ക് കേവലം 1.8 കോടിക്കുള്ള മുതലാണോ രജിൻ രവീന്ദ്ര എന്ന ചോദ്യം ഇതിനോടകം തന്നെ ആരാധകരിൽ ഉയർന്നു കഴിഞ്ഞു. ഹാഷ്മി ഇപ്പോൾ ചോദിച്ചതുപോലെ ആ ഒരു ചെറിയ തുകയ്ക്കൊന്നും വിറ്റുപോകേണ്ട മുതലല്ല പക്ഷേ, എന്നാലും കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാവാം. പക്ഷേ രജിൻ രവീന്ദ്രയ്ക്ക് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബും മാത്രമാണ് അവസാന ഘട്ടത്തിലും ലേലം തുടർന്നത്. എന്തായാലും ചെന്നൈ 1.8 കോടിക്ക് രജിൻ രവീന്ദ്രയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹാഷ്മി, 20.5 കോടിക്ക് പാറ്റ് കമ്മിൻസിനെ സ്വന്തമാക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഗീസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു റെക്കോർഡ് തുകയാണ്, ഏറ്റവും വലിയ തുക. അതെ, തീർച്ചയായിട്ടും IPL ഏറ്റവും ഉയർന്ന തുകയ്ക്ക് തന്നെയാണ് പാറ്റ് കമ്മിൻസിനെ, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ ഓസ്ട്രേലിയൻ താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ഒപ്പം തന്നെ ട്രാവിസ് ഹെഡ്, സ്റ്റീവ് സ്മിത്ത് അടക്കമുള്ള താരങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടായിരുന്നു ഈ ടീമുകളും. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്കുകൂട്ടലിലൂടെ തന്നെയാണ്, അനാവശ്യമായി താരങ്ങളെ വിളിച്ചു കൂട്ടുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രജിൻ രവീന്ദ്രയെ പോലെ ഒരു താരത്തെ പോലും സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഹൈദരാബാദിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ കണക്കുകൂട്ടൽ, കൃത്യമായ ഒരു സ്ട്രാറ്റജിയാണ് ഈ ലേലത്തിൽ ഹൈദരാബാദ് വെക്കുന്നത്. കൃത്യമായി തന്നെ താരങ്ങളുടെ പട്ടിക നിരത്തുന്നുണ്ട്. ഈ താരങ്ങളെ സ്വന്തമാക്കണം, അതിനുവേണ്ടി ഇത്ര കോടി മുടക്കാൻ തയ്യാറാണ് എന്ന കൃത്യമായ വിശകലനം, കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് ഹൈദരാബാദ് എത്തിയിരിക്കുന്നത്. എന്തായാലും IPL ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് തുകയ്ക്കാണ് പാറ്റ് കമ്മിൻസിനെ, ഓസ്ട്രേലിയൻ താരം, ഓസ്ട്രേലിയയുടെ നിലവിലെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, 20.5 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ പാറ്റ് കമ്മിൻസ് പൊന്നും വിലയുള്ള താരമാകുകയാണ് IPL താരലേലത്തിൽ. അതേസമയം രജിൻ രവീന്ദ്ര 1.8 കോടി രൂപ. രജിൻ അതിനേക്കാൾ കൂടുതൽ വില എന്തായാലും അർഹിക്കുന്നുണ്ട്. ഈ പറയുന്ന ട്രാവിസ് ഹെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ദേഷ്യമാണ്, ചുമ്മാ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്ക് മേൽ വലിയ ആഘാതം പോലെ പെയ്തിറങ്ങിയ ട്രാവിസ് ഹെഡിനോടൊരു അനിഷ്ടം ഏതിൻ്റെക്കാനും ഉണ്ടാവുമല്ലോ. അനിഷ്ടം അതിനെ പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ ട്രാവിസ് ഹെഡ് 6 കോടി ചില്ലറേ ഉള്ളൂ. അപ്പോഴും 20 കോടി എന്നുള്ള വലിയ തുക പാറ്റ് കമ്മിൻസ് അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.